നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുന്നു. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. കാസർഗോഡ് എയിംസിന് വേണ്ടിയുള്ള പ്രക്ഷോഭം വീണ്ടും ശക്തം. ആരോഗ്യമേഖലയോട് അവഗണനയെന്ന എയിംസ് ജനകീയ കൂട്ടായ്മ. പ്രപ്പോസലിൽ ജില്ലയുടെ പേരും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. കൊല്ലം ചിതറയിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തുന്നു. അനധികൃത നീക്കത്തിൽ കൊണ്ടോട്ടിയിലെ 15 ഏക്കർ പാടത്ത് ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്ത് ഗ്രാമപഞ്ചായത്ത്. സുവർണ പദ്ധതികൾ അഭിമാനമാകുന്നതിന്റെ തിളക്കത്തിൽ കൊച്ചി. 20 രൂപയ്ക്ക് ഊണ് നൽകുന്ന സമൃദ്ധിയും സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൌകര്യമൊരുക്കുന്ന ശ്രീ ലോഡ്ജും സൂപ്പർ ഹിറ്റ്. മാതൃകാ പദ്ധതികളെ കേരളത്തിന് പരിചയപ്പെടുത്തി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് പയ്യന്നൂരിലെ മെഗാ പൂരക്കളി. പൂരക്കളി അരങ്ങേറിയത് കളിയാട്ടത്തിന്റെ ഭാഗമായി. സകലമാന കേരളത്തിലേക്ക് വിശദമായി കടക്കാം. ആദ്യം പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജില്ലാ രൂപീകൃതമായി 39 വർഷം പിന്നിടുമ്പോഴും ആരോഗ്യമേഖലയോട് കാണിക്കുന്ന അവഗണനയിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എയിംസ് ജനകീയ കൂട്ടായ്മ. കാസർഗോട്ടെ ആരോഗ്യമേഖലയോട് സർക്കാരിന്റെ കടുത്ത അവഗണന തുടരുന്നതിനിടെയാണ് എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ ഒരുങ്ങുന്നത്. ജില്ല രൂപീകൃതമായിട്ട് 39 വർഷം പിന്നിടുമ്പോഴും ആരോഗ്യമേഖല നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. ഗുരുതരാവസ്ഥയിലായ രോഗികൾക്ക് ഏക ആശ്രയം മംഗളൂരുവിലെ ആശുപത്രികളാണ്. ഗതാഗത തടസ്സമില്ലെങ്കിൽ പോലും ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്ന് മംഗളൂരുവിലെത്താൻ 2 മണിക്കൂറിലധികം വേണ്ടിവരും. ഇതുമൂലം ഗുരുതരാവസ്ഥയിലായ രോഗികൾക്ക് മികച്ച ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യമാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താനും സമാന സാഹചര്യമാണ്. 2 പതിറ്റാണ്ടിലധികം കാസർഗോട്ടെ 12,000-ഓളം ഏക്കർ ഭൂമിയിൽ എൻഡോസൾഫാൻ വിഷം ആകാശമാർഗം തളിച്ചതിന്റെ ഫലമായി സമാനതകളില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ ജില്ലയുടെ പേരും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. എയിംസ് എന്നുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ആശുപത്രി ശൃംഖലയാണ്. കാരണം പഠനവും അതുപോലെ തന്നെ ഗവേഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എയിംസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇത്തരം കുട്ടികളുടെ തുടക്കത്തിൽ തന്നെ ഇവരുടെ അസുഖം എന്താണെന്നും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും സാധിക്കും. ഇപ്പം ഗവൺമെൻറ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ ഓരോ ഘട്ടമായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ജില്ലയിൽ തന്നെ വിദഗ്ധമായ ഒരു ചികിത്സാ സംവിധാനമാണ്. വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി തവണ സർക്കാരിന് മുന്നിൽ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നു. നിലവിൽ കോഴിക്കോട്, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളാണ് എയിംസ് പ്രപ്പോസലിൽ പരിഗണനയിലുള്ളത്. എൻഡോസൾഫാൻ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ജില്ലയിൽ തന്നെ ആവശ്യമായ മികച്ച ചികിത്സ നൽകാനും പഠനവും ഗവേഷണവും നടത്താവുന്ന തരത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സാഹചര്യമൊരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് പയ്യന്നൂരിലെ മെഗാ പൂരക്കളി. പയ്യന്നൂർ തായ്നേരി കുറിഞ്ഞി ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തിയ പൂരക്കളിയാണ് വിസ്മയമായി മാറിയത്. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും തലയനേരി പൂമാരക്കാവിലെയും പൂരക്കളി കലാകാരന്മാരാണ് റെക്കോർഡ് നേട്ടത്തിലേക്ക് ഒന്നിച്ച് ചുവടുവെച്ചത്. 2 ദേശങ്ങളുടെ ഒരുമയുടെ പ്രദർശനം കൂടിയായി മെഗാ പൂരക്കളി. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കലാകാരന്മാരുടെ പ്രകടനം. വൻകളി ഉൾപ്പെടെ വ്യത്യസ്ത താളങ്ങൾ സംയോജിപ്പിച്ച 30 മിനിറ്റ് ദൈർഘ്യമുള്ള പൂരക്കളിയാണ് അവതരിപ്പിച്ചത്. ആയോധന അടവുകൾക്ക് പ്രാധാന്യമുള്ള അനുഷ്ഠാന കലയായ പൂരക്കളി 25 മുതൽ 50 വരെയുള്ള സംഘങ്ങളായാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത്.
5 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവർ പൂരക്കളിയിൽ പങ്കുചേർന്നപ്പോൾ മെഗാ പൂരക്കളി 3 തലമുറകളുടെ സംഗമവേദി കൂടിയായി. CK സജീഷാണ് പരിശീലകൻ. ന്യൂസ് 18 പയ്യന്നൂർ. തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ 75-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളവും 10-ൽ പരം ഗജവീരന്മാർ അകമ്പടി സേവിക്കുന്ന വെട്ടിക്കവല പൂരത്തിന് ഇന്ന് കൊടിയേറും. ചൊവ്വാഴ്ച ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. കൊട്ടാരക്കര വെട്ടിക്കവലയിൽ നിന്നും എസ് വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിലെ കുംഭത്തിരുവാതിര മഹോത്സവത്തിന് കൊടികേറാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്നെല്ലാം നമുക്ക് ചോദിച്ചറിയാം. പൂരവും കുടമാറ്റവുമൊക്കെയായി വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നല്ല കളറാവുകയാണ്. നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഒരുക്കങ്ങളൊക്കെ? ഇപ്രാവശ്യത്തെ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭത്തിരുവാതിര മഹോത്സവത്തിന് 2 ദേവന്മാർക്കും കൊടിയേറി കുംഭത്തിരുവാതിര മഹോത്സവം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ കൊട്ടാരക്കരയിൽ 1 വർഷം നടത്തിയതിനു ശേഷം കുടമാറ്റവും 10 ആനകളെ നിരത്തി കുടമാറ്റം നടത്തുന്ന ഏകക്ഷേത്രമാണ് വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്രമാണത്തിൽ പ്രഗത്ഭരായ കലാകാരന്മാർ 75-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന തൃശ്ശൂർ പൂരം മോഡൽ പഞ്ചാരി മേളവും പാറമേൽക്കാവ് തിരുവമ്പാടി ഈ 2 വിഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന 150 സെറ്റ് കുടകൾ കീഴൂട്ട് ദേവനും മഹാവിഷ്ണുവിനും മേലൂട്ട് ശ്രീ മഹാദേവനും വെട്ടിക്കവല മേലൂട്ട് ക്ഷേത്ര കോമ്പൗണ്ടിന്റെ ഗ്രൗണ്ടിൽ മുഖാമുഖം അണിനിരന്നുകൊണ്ട് കുടമാറ്റവും നടക്കുകയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ് വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം. എങ്ങനെയാണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ? ഈ 10 ദിവസക്കാലത്തെ ഉത്സവത്തിൽ നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും വളരെ ആവേശമായി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തളവും അതുപോലെ തന്നെ റോഡും ഇരുവശങ്ങളും ഒക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നുവെച്ചാൽ ഇതിൻ്റെ പരസ്യം പ്രചരണം കൊണ്ട് ഏകദേശം നിറഞ്ഞു നിൽക്കുകയാണ്. ക്ഷേത്ര മതിലിൻ്റെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള മതിലുകളെല്ലാം വർണ്ണചിത്രങ്ങൾ കൊണ്ട് ഒരു കൂട്ടം കലാകാരന്മാർ ആഴ്ചകളോളം പ്രയത്നിച്ചുകൊണ്ട് വർണ്ണചിത്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ ഇദംപ്രഥമമായിട്ടാണ് വെട്ടിക്കവല പൂരം സമാരംഭിക്കുന്നത്. അത് നമുക്ക് ദേവഹിതപ്രകാരം നടത്തുവാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ഫോറസ്ട്രിയാണ്. അവരുടെ അനുമതി കിട്ടിയിട്ടുണ്ട്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം 2 ക്ഷേത്രങ്ങളിൽ ഒരുപോലെ ഉത്സവം സമാരംഭിക്കുന്ന ഒരു പ്രത്യേകത വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളുടെ ഒരു ചരിത്ര പാരമ്പര്യമാണ്. കീഴൂട്ട് മഹാദേവനും കീഴൂട്ട് മഹാവിഷ്ണുവും മേലൂട്ട് മഹാദേവനും തുല്യ പ്രാധാന്യത്തോടുകൂടി 10-15 മിനിറ്റിൻ്റെ ഇടവേളയിലാണ് കൊടി കയറുന്നത്, കൊടി ഇറങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്ര പാരമ്പര്യം മറ്റ് ക്ഷേത്രങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവമാണ്. അപ്പോൾ ആ 2 മഹാദേവന്മാരും പള്ളിവേട്ടയ്ക്ക് പുറത്തോട്ട് പോകുന്ന ദിവസം അവരെ ഒരു മൈതാനിയിൽ അഭിമുഖമായി നിർത്തി കുടമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഉത്സവ ആഘോഷങ്ങൾക്ക് ഭഗവാന്മാർക്ക് വലിയ താല്പര്യമുള്ളതാണ്. അവരുടെ ഉത്സവം വളരെ ഭംഗിയായി ചാരുതയായി നടത്തുക എന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഭക്തജനങ്ങളുടെ താല്പര്യപ്രകാരം ആവശ്യപ്രകാരം തൃശ്ശൂർ പൂരത്തിൻ്റെ അതേ മാതൃകയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥലത്ത് നിന്നാണ് ചമയങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത്. അവിടുത്തെ കലാകാരന്മാരാണ് വാദ്യമേളത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ സമീപ പ്രദേശത്തുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള ആളുകൾക്ക് എത്തോളം തലയെടുപ്പുള്ള ആനകൾ, അത് കേരളത്തിലെ പൂരപ്രേമികളെ സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ആനകളാണ്. ആ ആനകൾ ഭഗവാന്മാരുടെ തിടമ്പേറ്റി നിൽക്കുമ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. പൂരം ഒരു 1.5 പൂരമായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് സംബന്ധിക്കുന്നത്. ഇനി വെട്ടിക്കവല 10 നാൾ ഉത്സവ ലഹരിയിലാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലെ മനോഹര ഗ്രാമങ്ങളിൽ ഒന്നാണ് ഇടുക്കിയിലെ വട്ടവട. ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കുവാൻ വട്ടവടയിൽ എത്തുന്നവർ നിരവധിയാണ്. പക്ഷേ ഇവിടേക്കുള്ള റോഡുകൾ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കുണ്ടാക്കുന്നത്. ഈ റോഡുകൾ കൂടി നന്നാക്കിയാൽ വട്ടവടയുടെ സൗന്ദര്യം ഇരട്ടിയാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. പച്ചക്കറിയും സ്ട്രോബെറിയും സൂര്യകാന്തിയും ഒക്കെ വിളയുന്ന കൃഷിയിടങ്ങൾ. കേരളത്തിലെ മറ്റൊരു മേഖലയ്ക്കും അവകാശപ്പെടാനില്ലാത്ത കാർഷിക രീതി. വട്ടവടയുടെ കാർഷിക കാഴ്ചകൾക്ക് സവിശേഷതകൾ ഏറെയാണ്. എന്നാൽ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ഗ്രാമത്തിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്നതാകട്ടെ ദുരിത യാത്രകളാണ്.
വട്ടവടയിൽ ആരംഭിച്ച് ചിലന്തിയാറും പഴത്തോട്ടവും ചുറ്റി തിരികെ വട്ടവടയിലെത്തുന്ന 12 കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ടാറിംഗ് ഇളകി മിക്ക ഭാഗങ്ങളും മെറ്റൽ കൂനയായി മാറി. പൊടിശല്യം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. 12 കിലോമീറ്റർ ചുറ്റളവാണ് ഇത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ചിലന്തിയാർ പോയി പഴത്തോട്ടം പോയി ഇങ്ങനെ കറങ്ങി വന്ന റോഡാണ്. 12 കിലോമീറ്റർ ഇത് തന്നെയാണ് അവസ്ഥ. എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ. ഒരാഴ്ചയായിട്ട് സ്കൂൾ ബസ് മറിഞ്ഞ് കുറേ കുട്ടികളൊക്കെ അടിയാക്കായി. പിന്നെ ഇതിവിടെയാണ് മറിഞ്ഞിട്ട് ഒരു 8-9 കൊല്ലമായിരിക്കും ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുക. സർക്കാരോ ഇവിടുത്തെ പഞ്ചായത്തോ ഒന്നും റിസ്ക് എടുത്ത് ഒന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ വട്ടവടയിൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനമേ ഇല്ല ഈ വട്ടവട പഞ്ചായത്തിൽ. വികസനം എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയം വന്നാലും ഇത് തന്നെ അവസ്ഥ. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വലിയ അധികാരി എന്നാൽ അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഗോത്രമേഖലകളിൽ നിന്നടക്കം ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടവർ ജീവൻ പണയം വെച്ചാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. ഈ റോഡ് നന്നാക്കിയാൽ അത് വട്ടവടയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂട്ടുക മാത്രമല്ല, മേഖലയുടെ കൂടുതൽ വികസനത്തിനും വഴിവെക്കും. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം ചിതറയിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടോട്ടി വാർഡിലാണ് 15 ഏക്കറോളം വരുന്ന പാടശേഖരം മണ്ണിട്ട് നികത്തുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഒത്താശയോടെ ക്വാറി മാഫിയയ്ക്ക് വേണ്ടി നെൽപ്പാടം മണ്ണിട്ട് നികത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ചിതറയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയിലേക്കുള്ള വഴി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നികത്തൽ നടക്കുന്നത്. തണ്ണീർത്തടവും നെൽവയലും മണ്ണിട്ട് നികത്തി വഴി നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കരിങ്കൽ കോറിയിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റുന്നതിനായാണ് ഇപ്പോൾ നിലം നികത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വയൽ നടത്തുന്നത്. റോഡ് വികസനമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഇടിച്ച് അതുപോലെ തന്നെ ഈ വയലുകൾ ഫുള്ള് നികത്തുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം വരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതാണ് ഇവർ നികത്തിയിട്ടിപ്പം തോട് ഉൾപ്പെടെ നികത്തിയത്. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണെന്നും തണ്ണീർത്തട പദ്ധതി പ്രകാരം കൃഷിക്കായി മാത്രം മാറ്റിവെച്ച ഭൂമിയാണ് നിയമവിരുദ്ധമായി നികത്തുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ക്വാറി മാഫിയ 2 മാസം മുൻപ് റോഡിനോട് ചേർന്ന് കിടന്ന 10 സെന്റ് നെൽവയൽ ചിതറ ഗ്രാമപഞ്ചായത്തിന് എഴുതി നൽകിയിരുന്നു. ഇതിന്റെ മറവിലാണ് സൈഡ് വാളിൽ നിന്ന് ഉത്ഭവിച്ച വാമനപുരം ആറിലേക്ക് പോകുന്ന തോടിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ ക്വാറി മാഫിയ മണ്ണിട്ട് നികത്തിയിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത്, വയൽ മണ്ണിട്ട് നികത്തുന്നതിനെയാണ് നമ്മൾ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ റോഡ് ജനങ്ങൾക്ക് ആവശ്യമായിട്ട് നടന്നു പോകാനുള്ള റോഡും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഈ മണ്ണിട്ട് വയൽ നികത്തുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമീപത്ത് ഒരു ക്രഷറും ക്വാറിയും പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്വാറിയിലത്തേക്ക് വലിയ ടോറസ് പോലുള്ള വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിതറ പോലീസും മാങ്കോട് വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി. അനധികൃതമായി ഇട്ട മണ്ണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ ആശയം പ്രമേയമാക്കി രസകരമായ അനുഭവങ്ങളിലൂടെ ബോധവൽക്കരിക്കുന്ന ചിത്രമാണ് അങ്കിളും കുട്ടികളും. PV സിനിമാസിന്റെ ബാനറിൽ S. സുർജിത്ത് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് GKN പിള്ളയാണ്. പെരുമ്പാവൂർ, കാലടി, ഇടുക്കി എന്നിവിടങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഈ മാസം 9-ന് തിയേറ്ററുകളിലെത്തും. ദൈവം ഗുരു എന്നതാണ് അങ്കിളും കുട്ടിയോളും സിനിമയുടെ കീവേഡ്. കുട്ടികൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നതാണ് ഈ ചിത്രം കാണിച്ചു തരുന്നത്. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. നല്ലൊരു കുടുംബ ബന്ധത്തിന്റെ കഥ, നല്ല കുട്ടികളുടെ കഥ, നല്ല ഗുരുക്കന്മാരുടെ കഥ, നല്ല അധ്യാപകരുടെ കഥ, അങ്ങനെ പല പല രീതിയിൽ അങ്കിളും കുട്ടികളും ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക്, വരുന്ന തലമുറയ്ക്ക്, നിങ്ങൾക്ക് മറ്റൊരു ഗുണപാഠമായി തീരാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റാണ്. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ മാസ്റ്റർ ആദിഷ് പ്രവീണാണ്. ഒരു അച്ഛൻ്റെ വേദനകൾ മകൻ എങ്ങനെ എടുക്കുന്നു, അത് മകനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മൂവിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻസും തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധവും, ഒരു ടീച്ചർ, ഒരു നല്ല ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അത് ഓരോ കുട്ടികൾക്കും എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ ഈ മൂവിയിലൂടെ സംസാരിക്കുന്നു. P. ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ, മാസ്റ്റർ ഋതുരാജ് എന്നിവർ ആലപിച്ച ഗാനങ്ങൾ ചിത്രത്തെ വ്യത്യസ്തമാക്കുകയാണ്. സിനിമ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തി.
18 ഇടുക്കി. കരൾ മാറ്റിവെച്ചതിന് ശേഷം വൃക്കകളും തകരാറിലായ യുവാവിന്റെ ചികിത്സയ്ക്കായി തുക സമാഹരിക്കാൻ കാരുണ്യയാത്ര നടത്തി സ്വകാര്യ ബസ്സുകൾ. പാലക്കാട് മങ്കര സ്വദേശി പ്രശാന്തിനെ സഹായിക്കുന്നതിനായിരുന്നു യാത്ര. ജില്ലയിലെ 36 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും തൊഴിലാളികൾ അവരുടെ കൂലിയും പൂർണ്ണമായും പ്രശാന്തിന്റെ ചികിത്സാ ചെലവിലേക്ക് നൽകി. ശസ്ത്രക്രിയയ്ക്ക് മാത്രം 20 ലക്ഷത്തിലധികം തുക കണ്ടെത്തണം. ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. ബസ് ഉടമകളും തൊഴിലാളികളും മുന്നിട്ടിറങ്ങിയാണ് കുടുംബത്തിനായി പ്രവർത്തിച്ചത്. പാലക്കാട് ജില്ലയിലെ മങ്കര പഞ്ചായത്തിൽ 13-ാം വാർഡിൽ താമസിക്കുന്ന പ്രശാന്ത് എന്ന സഹോദരന് 2 കിഡ്നിയും ലിവറിനും ഗുരുതരമായ രോഗം ബാധിച്ചുകൊണ്ട് കോയമ്പത്തൂർ ജം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന് ഏകദേശം ഒരു 10-25 ദിവസമായി. ഭാര്യയാണ് ലിവർ നൽകിയിട്ടുള്ളത്. ഉടൻ തന്നെ കിഡ്നിയും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 20 ലക്ഷം രൂപയാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരുന്നത്. വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ജീവിക്കുന്ന ഈ കുടുംബത്തിലെ നാഥനാണ് പ്രശാന്ത്. 2 മക്കളുടെ അച്ഛനാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തിനെ സഹായിക്കുവാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ AKBBM അസോസിയേഷൻ പ്രശാന്തിന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹായത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള AKBBMലെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ സഹോദരന്മാർക്കും ഒരുപാട് നന്ദി പറയുന്നു. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. കൊച്ചി കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതികളാണ് സമൃദ്ധി അറ്റ് കൊച്ചിയും ഷീ ലോഡ്ജും. സമൃദ്ധിയിൽ 20 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുമ്പോൾ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കുകയാണ് ഷീ ലോഡ്ജ്. കൊച്ചിയുടെ അഭിമാനമായ ഈ 2 പദ്ധതികളും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ. കൊച്ചിയുടെ സമൃദ്ധി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം സഹായകരമായ പദ്ധതിയായിരുന്നു. 2023-ൽ 10 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആരംഭിച്ച പദ്ധതി. ഒരുപക്ഷെ 10 രൂപ കയ്യിലില്ലെങ്കിൽ പോലും വിശക്കുന്ന വയറുകൾക്ക് ആശ്രയമായിരുന്നു സമൃദ്ധി. കോവിഡ് കാലത്താണ് കുറഞ്ഞ ചെലവിൽ ഉച്ചഭക്ഷണം നൽകുക എന്ന ആശയം രൂപപ്പെടുന്നത്. 2021 ഒക്ടോബർ 7-ന് സമൃദ്ധി അറ്റ് കൊച്ചിക്ക് തുടക്കമായി. കോർപ്പറേറ്റ് കമ്പനികളുടെ CSR ഫണ്ടും ഉദാരമതികളായ വ്യക്തികളുടെ സഹായവുമാണ് ഇതിന്റെ മൂലധനം. 10 രൂപ ചെലവിലാണ് ഊണ് നൽകി തുടങ്ങിയത്. പിന്നീടത് 20 രൂപയിലേക്ക് എത്തിയെങ്കിലും തിരക്കിന് ഒട്ടും കുറവില്ല. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഊണും കറികളും ചൂടോടെ വിളമ്പുന്നു. ഫോട്ടോ ഒന്നും കിട്ടാതെ തന്നെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 20 രൂപയ്ക്ക് ഒരു ഭക്ഷണം കിട്ടുക എന്നുള്ള തന്നെ ഒരു അത്ഭുതം തന്നെ, സന്തോഷം തന്നെയാണ്. നല്ല ഭക്ഷണമാണ്, ഉള്ള കറി, നല്ല കുഴപ്പമൊന്നുമില്ല. 20 രൂപയ്ക്ക് ഭക്ഷണം ചോറ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. പിന്നെന്താ ഇങ്ങനെയുള്ള സാധനം, ഇത് 50 രൂപയാണ് ഈ കാരക്കറി. സാധാരണയുള്ള ഊണിനു പുറമെ ബിരിയാണിയും വിഭവസമൃദ്ധമായ നോൺ വെജ് ഊണും മത്സ്യമാംസ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളായ 70 പേർ ഇവിടെ ജോലി ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചു പോകുന്നവരുടെ നിറഞ്ഞ ചിരിയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് സമൃദ്ധിയിലെ അമ്മമാർ. 10,000-3,000 ആളുകൾ വരാറുണ്ട്. പാർസല് 500 പോവും. പിന്നെ ഊണ് 1,500, പൊതിച്ചോറുണ്ട്, പല സെക്ഷനുണ്ട് ഇവിടെ, നോണ്, അങ്ങനെ ഐറ്റംസ് ഒക്കെ ഇട്ട്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സമൃദ്ധി ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഷീ ലോഡ്ജും. സിംഗിൾ, ഡബിൾ റൂം, ഡോർമെറ്ററി വിഭാഗങ്ങളിലായി 100-ലധികം പേർക്ക് കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസിക്കാം. വിദ്യാർത്ഥികൾക്കും തൊഴിൽ പരിശീലനത്തിനായി എത്തുന്നവർക്കും പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. കൊച്ചി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ നഗരസഭ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നഗരത്തിൽ നിന്ന് ന്യൂസ് 18 വേണ്ടി അഡ്വക്കേറ്റ് M. അനിൽകുമാർ. ഇനി ഇന്നറിയാൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നാഷണൽ ആയുഷ് മിഷൻ മുഖേന പത്തനംതിട്ട ജില്ലയിലെ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സീനിയർ ലാബ് ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc MLT ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം ഉണ്ടാകണം. ഇടുക്കി നെടുങ്കണ്ടം കമ്പംമെട്ട് സംസ്ഥാന പാതയിലെ കൂടാർ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ പാലം വഴിയുള്ള ഗതാഗതം ചൊവ്വാഴ്ച മുതൽ പൂർണ്ണമായും നിരോധിക്കും. തൂക്കുപാലം ഭാഗത്തു നിന്നും ബാലഗ്രാം വഴി കമ്പംമെട്ട് പോകുന്ന വാഹനങ്ങൾ
ബാലൻപിള്ള സിറ്റി ശാന്തിപുരം വഴിയും കമ്പംമെട്ട് ഭാഗത്തു നിന്നും ബാലഗ്രാം വഴി തൂക്കുപാലത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ശാന്തിപുരം ബാലൻപിള്ള സിറ്റി വഴിയും തിരിഞ്ഞു പോകണമെന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുന്നത്. പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആലപ്പുഴ വാട്ടർ അതോറിറ്റിയുടെ ആലിശ്ശേരി, ചുടുകാട്, തൂക്കുകുളം പമ്പ് ഹൌസുകളിൽ നിന്നുള്ള പമ്പിംഗ് തിങ്കളാഴ്ച വരെ നിർത്തിവെക്കും. രാവിലെ 10 മണി മുതൽ 12 മണി വരെ പമ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആലപ്പുഴ ഹരിപ്പാട് ചേപ്പാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 125 ഫെബ്രുവരി 15 വൈകുന്നേരം 6 മണിവരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ഹരിപ്പാട് സൌത്ത് ഗേറ്റ്, കവല ഗേറ്റ് എന്നിവിടങ്ങൾ വഴി പോകേണ്ടതാണെന്ന് റെയിൽവേ അറിയിച്ചു. കൊട്ടാരക്കര നഗരസഭാ പരിധിയിൽ വീട് ലഭിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്വന്തമായി ഭൂമിയുള്ളവർക്ക് വീട് ലഭിക്കുന്നതിനാണ് അപേക്ഷ. നഗരസഭയിൽ ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം ഫെബ്രുവരി 13-നകം അപേക്ഷ സമർപ്പിക്കണം. കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റി ഡിവിഷൻ 3-ൽ ആശാ വർക്കറെ തെരഞ്ഞെടുക്കുന്നു. ഫെബ്രുവരി 15-ന് വൈകുന്നേരം 4 മണിവരെ അപേക്ഷകൾ മുക്കം CHC ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് CHC ഓഫീസുമായി ബന്ധപ്പെടുക. 25 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. പത്തനംതിട്ട ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന് താൽപര്യമുള്ള വാഹന ഡീലർമാരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്നതിന് അവസാന തീയതി ഫെബ്രുവരി 19 ടെൻഡർ ഫോം ഇലന്തൂർ ICDS ഓഫീസിൽ നിന്നും ലഭിക്കും. പാലക്കാട് മണ്ണേങ്ങോട്ട് AUP സ്കൂളിൽ പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തിയായി. MLA ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സാരഥികളും സ്കൂൾ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി രാജാക്കാട് മേഖലയിൽ ഇരുചക്ര വാഹനം മോഷണം പതിവാകുന്നു. 1.5 മാസത്തിനുള്ളിൽ 3 ഇരുചക്ര വാഹനങ്ങളാണ് മോഷണം പോയത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഇരിങ്ങലിൽ വാഹനമിടിച്ച് റെയിൽവേ സിഗ്നൽ തകരാറിലായതോടെ വലഞ്ഞ നാട്ടുകാർ. അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കടുത്ത ദുരിതത്തിലാണ് നാട്ടുകാർ. കോട്ടയ്ക്കൽ, കൊളാവി തുടങ്ങിയ പ്രദേശത്തെ നിരവധി പേരെയാണ് ഗേറ്റ് തകരാർ വലച്ചിരിക്കുന്നത്. നിരവധി ബസ്സുകളും സഞ്ചരിക്കുന്ന റൂട്ടാണ് ഇത്. നിരന്തരം അറിയിച്ചിട്ടും റെയിൽവേ തകരാർ പരിഹരിക്കാൻ ഇതുവരെ അധികൃതർ എത്തിയില്ല എന്നാണ് ഉയരുന്ന ആരോപണം. ഏകദേശം 7 മണിയോടുകൂടി ഈ ഗേറ്റ് അടക്കുന്ന സമയത്ത് കാറ് ഇതിന് വന്ന് തട്ടുകയും ഈ ഗേറ്റ് ലോക്കാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കോട്ടക്കൽ ഇരിങ്ങൽ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ഓട്ടോ ജീവനക്കാർ ഈ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് അപ്പുറവും ഇപ്പുറവും ആളുകളെ കൊണ്ടെത്തുന്ന ഒരു സമീപനമാണ്. പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള സർഗാലയെ പോലെയുള്ള അതുപോലെ തന്നെ മിനി ഗോവയെ പോലെയുള്ള ആളുകൾ കടന്നു വരുമ്പോഴും ഇത്തരം യാത്രക്കശം വളരെ ബുദ്ധിമുട്ടാണ്. 3ഓളം സ്കൂളുകൾ ഈ കോട്ടക്കൽ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇന്ന് ശനിയാഴ്ച എക്സാം നടക്കുകയാണ്. അതിനും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇവിടെ ബസ് സർവീസ് ഏകദേശം 2 ദിവസമായി പൂർണ്ണമായി നിലച്ചിട്ട്, അതുപോലെ തന്നെ തൊഴിൽ മേഖല, അതുപോലെ തന്നെ ഓട്ടോ സെക്ഷനായാലും ലോറി സെക്ഷനായാലും പല വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖല പോലും അപ്പുറത്ത് വാഹനം കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. നമുക്ക് പറയാനുള്ളത് ഇവിടെ 2 ദിവസമായിട്ട് എന്തെങ്കിലും പ്രോഗ്രസ് നടക്കുന്നതിന് നമുക്ക് പ്രയാസമില്ല. 2 ദിവസമായിട്ട് ഒരു ജീവനക്കാർ പോലും ഇവിടെ ഈ ഗേറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ചെയർമാനെ നമ്മൾ അറിയിച്ചതിനു ശേഷം ചെയർമാൻ അവിടെ പാലക്കാട് ഡിവിഷൻ മാനേജറായിട്ട് സംസാരിക്കുകയും അവരതിന് വേണ്ട നടപടികൾ ഇപ്പൊ എടുക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ഇനി എത്രത്തോളം ഇത് നീണ്ടുപോകും എന്നുള്ള ആശങ്കയിലാണ്. അതിനുവേണ്ട നടപടികൾ മേലധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് നാട്ടുകാരൻ എന്ന രീതിയിൽ പറയാനുള്ളത്. സഹപാഠിക്ക് വീടൊരുക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ഭൂമി വാങ്ങി കൂട്ടുകാർ. പുത്തനത്താണി ചേരൂരാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് സഹപാഠിക്ക് കൈത്താങ്ങുമായി എത്തിയത്. ബിരിയാണി ചലഞ്ചിലൂടെ വിദ്യാർത്ഥികൾ വാങ്ങിയ ഭൂമിയുടെ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം തിരൂർ MLA കുറക്കോളി മൊയ്തീൻ നിർവഹിച്ചു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹറാബി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിക്ക് അവരുടെ വകയായി കുറച്ച് പുസ്തകങ്ങൾ സമർപ്പിക്കും. ഒന്ന്, ടീച്ചറുടെ കർമ്മം നിങ്ങളുടെ വൈജ്ഞാനിക തലത്തെ കൂടുതൽ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്.
കോഴിക്കോട് കളൻതോട് PSK തങ്ങളുടെ ഉറൂസ് മുബാറക്കിന് തുടക്കം. സ്നേഹസംഗമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറൂസ് മുബാറക്കിൽ ജാതിമത ഭേദമന്യേ 10,000-ങ്ങളാണ് പങ്കെടുക്കുന്നത്. 25,000 ആളുകൾക്ക് 10 കിലോ വീതം അരിയും സൗജന്യ മരുന്നുകളും സമ്മാനങ്ങളും നൽകും. അന്നദാനത്തിന് പുറമെ കവാലി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറും. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സിൽ ആര്യയെത്തും.